ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പലർക്കും അറിയാവോ എന്നറിയില്ല, എന്നാലും നമ്മളിപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുത്ത് ഓൺലൈൻ വഴി എടുക്കുന്നുണ്ട്, നേരിട്ട് പോയിട്ട് എടുക്കുന്നുണ്ട്, ഏജൻസിമാർ വഴിക്ക് എടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ അതൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ IRCTC വഴി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് അവസാനം വരുമ്പോൾ ഒരു ഓപ്ഷൻ കാണും, ഇൻഷുറൻസ്. നമുക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കാവുന്നൊരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. വെറും 45 പൈസ, 50 പൈസ, 60 പൈസ ആ റേഞ്ചിലേ ഉള്ളൂ ഇൻഷുറൻസ് കവറേജ്. അതിൻ്റെ പ്രീമിയം നമുക്ക് ട്രെയിൻ യാത്രയിൽ, ആ പോകുന്ന ട്രെയിൻ യാത്രയിൽ നമുക്ക് എന്തെങ്കിലും മരണപ്പെടുകയോ ഡിസബിലിറ്റിയോ വന്നു കഴിഞ്ഞാൽ 10 lakhs വരെ റെയിൽവേയിൽ നമുക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അല്ല, ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമാണ് മാത്രമാണ് ഉള്ളതെങ്കിൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് ഈ റെയിൽവേയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് പലരും ഉപയോഗിച്ച് കാണുന്നില്ല. IRCTCയുടെ സൈറ്റ് വഴി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷനുണ്ട്. ഇനിയെങ്കിലും മേലെ ശ്രദ്ധിക്കുക. വളരെ തുച്ഛമായ പ്രീമിയം മാത്രമേ ഉള്ളൂ. 45 പൈസ, 50 പൈസയോ ഏതാണ്ട് അതിൽ കാണിക്കും. അത് വളരെ തുച്ഛമായ എമൗണ്ട് നമുക്ക് ഈ കവറേജ് കിട്ടുന്നതായിരിക്കും. ഇതെടുക്കുന്നതിനൊപ്പം തന്നെ നമ്മളതിലൊരു നോമിനി നിർബന്ധമായിട്ടും നോമിനിയെ കാണിച്ചിരിക്കണം. ഓൺലി ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ആനുകൂല്യമുള്ളൂ, ഫോറിനേഴ്സിനില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഇല്ല. അപ്പോൾ ഇത് മാൻഡേറ്ററി അല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. പക്ഷേ എല്ലാവരും എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതുകൊണ്ട് അടുത്തൊരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതിൽ ഈ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. താഴേക്ക് വന്ന് നിങ്ങൾ ബുക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇൻഷുറൻസ് ഓപ്ഷണലായിട്ട് കാണിക്കും. നിങ്ങളപ്പോൾ 45, 50 പൈസ, 60 പൈസ അതിൽ കാണിക്കുന്ന എമൗണ്ട് എത്രയായിരിക്കും, അതും കൂടെ ഈ ടിക്കറ്റിനൊപ്പം കൂടെ വളരെ നോമിനലായിട്ട് എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇൻഷുറൻസ് കവറേജ് കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. മേലാലെങ്കിലും ഇത് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.